ഹായ്, കമൻസിനുള്ള മറുപടിയാണ്. 2 സെക്ഷനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം കൊല്ലം സുധിയുടെ ഭാര്യ അവരെ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്. ആദ്യം തന്നെ പറയാം, എനിക്ക് കൊല്ലം സുധിയെ പേഴ്സണലി അറിയില്ല. എനിക്ക് അവരുടെ ബാക്കിയുള്ള ഹിസ്റ്ററി ഒന്നും അറിയാനും താല്പര്യമില്ല. ആ ഒരു ശത്രുതയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വരരുത്. ഗോസിപ്പുകൾ പറയുന്നത് ഒരു കുഴപ്പമായിട്ട് കണ്ടെത്തുന്ന ഒരു പ്രത്യേകതരം ജന്തുക്കളുണ്ട് നമുക്കിടയിൽ എന്നുള്ളത് വസ്തുത. അത്തരക്കാർ ഫേക്ക് ഐഡിയകളും കൊണ്ടുവന്നിട്ട് നമ്മളെ ഒന്ന് ആക്രമിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്തരം കമൻസുകളെ ഞാൻ റിമൂവ് ഫ്രം ചാനൽ എന്നാക്കുകയാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കമൻസിന് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അവരെക്കാൾ തറയായി നമ്മൾ ഇറങ്ങി നിൽക്കേണ്ടി വരും. തൽക്കാലം ഞാൻ അതിന് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരക്കാർക്ക് ഞാൻ ഈ മറുപടി കൊടുക്കാൻ പോകുന്നില്ല. പകരം കുറേയധികം കമൻസ് ഉണ്ട്, അത് ഞാൻ കളക്റ്റീവായി എടുത്തു വെക്കും. പ്രത്യേകിച്ച് റിയൽ ഐഡിയ ആണെങ്കിൽ 100% അവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് മറുപടി ഉണ്ടായിരിക്കും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളുടെ കമൻസ്. ബിക്കോസ് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയണം. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് എന്താണ് നിങ്ങൾ എന്നെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ എൻ്റെ വിഷയത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വീഡിയോസിലൊക്കെ കമൻസ് ഒക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് കമൻസിന് റിപ്ലൈ കൊടുക്കുന്ന ഒരു ടൈം അത് ഞാനത് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ കമൻസിലേക്ക് വരാം. ഇന്ന് കണ്ട ഒരു കമൻറ്റാണ്. ഇന്ന് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. നിങ്ങൾ പറയണതൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ ഈ സിനാരിയോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു സങ്കടമുള്ളതാണ്. ഇംഗ്ലീഷ് മുറി ഇംഗ്ലീഷാണെന്ന് പറയണം. മുറി ഇംഗ്ലീഷ്, മുഴുത്ത ഇംഗ്ലീഷ് എന്നൊരു ഇംഗ്ലീഷ് ഇല്ല. ഓഫ് കോഴ്സ് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളാണ് എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞു തരുന്നത്. ആ ഭാഷാ പരിജ്ഞാനം എനിക്കില്ലായിരുന്നു. തെറ്റായി എന്തെങ്കിലും ധരിച്ചിട്ട് ഇങ്ങോട്ട് ഒന്ന് തള്ളിക്കയറരുത്. എൻ്റെ കൂടെ ഒരു ഡിബേറ്റിന് തയ്യാറാണോ? ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ നമുക്ക് അങ്ങോട്ട് സംവദിക്കാം. ആ ഭാഷ തന്നെ നമുക്ക് അങ്ങോട്ട് പ്രയോഗിക്കാം. ചില ഈ ലൈവ് വീഡിയോകളിൽ ഞാൻ പ്രതിപാദിക്കുന്ന എൻ്റെ മക്കളുമായിട്ടുള്ള ആ സ്വാരസ്യമായ ചർച്ചകളെ എടുത്തു വെച്ചിട്ട് എൻ്റെ കേപ്പബിലിറ്റിയും ക്രെഡിബിലിറ്റിയും ചോദ്യം ചെയ്തുകൊണ്ട് വരരുത്. സിനാരിയോ എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് തെറ്റായിട്ട് ഉള്ളത്? അതെന്താ മുറി ഇംഗ്ലീഷ് ആയത് താങ്കൾക്ക്? അപ്പോൾ താങ്കളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം അത്രയേ ഉള്ളൂവെന്നാണ് അതിൻ്റെ അർത്ഥം. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മറ്റ് കമൻസിലേക്ക് പോകാം. കുറച്ച് കമൻസിൻ്റെ മറുപടിയിലേക്ക് വരാം. ഇനി ഇതിനും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ട് വരുന്നിടത്തൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മണ്ടയിൽ മാഫി കിഡ്നി എന്നാണ്. നീ ഇത് ഏത് ലാംഗ്വേജ് എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് ഇങ്ങനെയൊക്കെ ലാംഗ്വേജൊക്കെ പറയാൻ അറിയാവുള്ളൂ. അപ്പോൾ നമുക്ക് 2-3 കമൻറ്റ് എടുക്കാം. അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, പേരുകൾ കൃത്യമാണ്, അവരുടെ റിയൽ ഐഡിയ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി കൊടുക്കും. ഒരു ഫേക്ക് ഐഡിയകളിൽ വന്നിട്ടുള്ള ഒരുമാതിരി അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അപ്പം നമുക്ക് ആദ്യത്തെ കമൻസ് ഒന്ന് വായിക്കാം. എൻ്റെ ആള് 1 വർഷമായി കിടപ്പിലാണ്. മുഴുവൻ സമയം പണിക്ക് പോകാൻ പറ്റില്ല. എന്നാലും ഉള്ള സമയം ഡ്രസ്സ് വിൽക്കാൻ പോകുന്നു. അവരുടെ എല്ലാം കഴിച്ചോ കൊടുത്തോ, പിന്നെ ചോറിനൊരു ചമ്മന്തിയെ കഴിക്കാനില്ലെങ്കിലും ഞങ്ങൾ ഹാപ്പി. അതായത് പുള്ളിക്കാരത്തി ഒരു സ്പീഡിൽ എഴുതിയതാണ്. എനിക്ക് മനസ്സിലായതാണ്. പുള്ളിക്കാരത്തിയുടെ പാർട്ട്ണർ, ഭാവയെന്നാണ് പേര് ഇട്ടിരിക്കുന്നത്. പാർട്ട്ണർ കിടപ്പിലാണ്. അവർക്ക് ആഹാരം വെച്ച് എല്ലാം കൊടുത്തു, എല്ലാം സെറ്റിലാക്കിയ ശേഷം തുണി വിൽക്കാനായിട്ട് അവർ പോകുന്നുണ്ട്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. ഒത്തിരി ആർഭാടങ്ങളൊന്നും ഇല്ലെങ്കിലും ചമ്മന്തിയും ചോറും ആണെങ്കിൽ പോലും അതിൽ അവർ സുഖമായി ജീവിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞതിൽ അങ്ങനെയാണ്. ആ പെണ്ണ് ഇപ്പോൾ ഒരുപാട് ഓവറാണ്. ഇത് സ്മിത സദാനന്ദൻ എന്ന ആൾ എഴുതിയതാണ്. ആ പെണ്ണ് ഇപ്പോൾ ഒരുപാട് ഓവറാണ്. ആ മൂത്ത കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. അവൾ അതിനെ ഒഴിവാക്കും. വീട് അവൾക്കും അവളുടെ സ്വന്തം മോനുമാക്കും. എക്സാക്ട്ലി. ഇതൊക്കെ ഓരോരുത്തരുടെ ആകുലതകളാണ്. അത് അങ്ങനെ ആകുലപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നതും ഈ കൊച്ചു തന്നെയാണ്. അപ്പം അതിനകത്ത് കുറേ പേര് കാര്യപ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലാകാതെ, ഞാൻ ഇതൊന്നും കാണാതെ തന്നെ ഞാൻ പറഞ്ഞ ഒരു അനലൈസേഷനിലാണ് ഇവരൊക്കെ ഈ മറുപടി ഒന്ന് പറയുന്നത്. അപ്പം നമുക്കത് ഒന്നും കൂടെ കേൾക്കാം. അടുത്ത കമൻറ്റ്, ഗംഗ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇവർക്ക് വീട് വെച്ച് കൊടുക്കാനും മക്കളെ പഠിപ്പിക്കാനും സഹായം കിട്ടുന്നുണ്ട്. പക്ഷേ അതെല്ലാം സുധിയെ വിചാരിച്ചാണ്. എത്രയോ സ്ത്രീകൾ ഭർത്താവ് മരിച്ചിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നു. ആ പെൺകുട്ടികൾക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ? ആ പെൺകുട്ടിക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ? പിന്നെ 3-4 വയസ്സായ കുഞ്ഞിൻ്റെ ജോലിയെപ്പറ്റി ഇപ്പോഴേ ആലോചിക്കണം. പഠിച്ച് എന്ത് ജോലി ചെയ്യണമെന്ന് കുട്ടികൾ വലുതാകുമ്പോൾ അവർ തീരുമാനിക്കും. ബിന്ദുമോൻ 100% ശരി. പത്മിനി, സത്യം, വെറുപ്പിക്കലാണ്. ഈ 4 കമൻറ്റ് ചുഗതറായിട്ടാണ് ഞാൻ എടുത്ത് വെച്ച് വായിക്കുന്നത്. ഇതിനകത്തുള്ള ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് അവരും റിപ്പീറ്റഡ്ലി പറയുന്നത്. ഭർത്താവ് മരണപ്പെടുക, ഭർത്താവ് ഉപേക്ഷിച്ച് പോവുക, ഇതൊക്കെ ഇപ്പോൾ സുലഭമായി നടക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു അവസരം വരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയം. അത് മറ്റൊരു സബ്ജക്റ്റാണ്. അത് നമുക്ക് ഇതിനകത്തൊക്കെ എടുക്കണ്ട. പക്ഷേ അങ്ങനെയുള്ള പെണ്ണുങ്ങളെല്ലാം ഭിക്ഷ എടുക്കാൻ ഇറങ്ങിയാൽ പിച്ചക്കാരെ കൊണ്ട് നിറയും കേരളം. അത്രയ്ക്കുണ്ട് ഇവിടെ അരാജകത്വം എന്നുള്ളത് വസ്തുത. പല അഭിമാനബോധമുള്ള പെണ്ണുങ്ങൾക്കും ഇത് കാണുമ്പോൾ ചൊരുക്കുണ്ടാകും.
അത് അസൂയയാണെന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അവരുടെ സ്വാഭിമാന ബോധം എന്തുകൊണ്ട് ഈ പെണ്ണിന് വരുന്നില്ല, ഈ പെണ്ണ് കാരണം നമ്മളും കൂടെ അവഹേളിക്കപ്പെടുമല്ലോ എന്ന ഒരു ടേം അതിനകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമൻസ് ഒക്കെ അവരുടെ ഇൻഡെപ്തിൽ ബോട്ടം ലൈൻ ഓഫ് ഹാർട്ട് അതിൽ നിന്ന് വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു കമൻറ്റ്, ഇത് ഒരു ഫേക്ക് ഐ ഡി കമൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് സ്റ്റിൽ ആ സംഗതി ഞാൻ അങ്ങ് എടുക്കുന്നു. അതിൻ്റെ താഴെ വന്ന ആ സൂചനയിൽ എന്തുകൊണ്ട് അവർ ഫേക്ക് ഐ ഡി വന്നു എന്നുള്ളതിൻ്റെ വ്യക്തതയുണ്ട്. വീട് രണ്ടുപേരുടെയും പേരിലാണ് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇളയവൻ വളരുമ്പോൾ ഇവർ കുടുംബക്കാരെല്ലാം ചേർന്ന് മൂത്തവനെ അടിച്ചും അപമാനിച്ച് ഇറക്കി വിടും. അതിനാണ് വീട്ടുകാർ നാണമില്ലാതെ വന്ന് കയറിയിരിക്കുന്നത്. വീട്, ഇളയവൻ്റെ പഠിപ്പ്, അമ്മയ്ക്ക് ജോലി, ഇതൊക്കെ എത്രയും പെട്ടെന്ന് സെറ്റാക്കണം. എന്നിട്ട് ചെറുപ്പക്കാരിയായ വിധവയെ ഒരു കല്യാണവും കൂടി നാട്ടുകാരുടെ ചിലവിൽ നടത്തും. സുധിയുടെ കൊച്ചിന് ഒരു അപ്പൻ വേണ്ടേ? അപ്പോൾ വീണ്ടും അടുത്ത കുട്ടി വരും. രണ്ടാമൻ നാട്ടുകാരുടേതാകും. ഇങ്ങനെ ബുദ്ധിമതിയായ രേണുവും വീട്ടുകാരും സുഖിച്ചങ്ങനെ ജീവിക്കും. സുധിയുടെ മണമുള്ള പെർഫ്യൂം ഇടയ്ക്ക് തളിക്കും. പണത്തിന് ആവശ്യം വരുമ്പോഴെല്ലാം ഞാനിതെല്ലാം ആ വീഡിയോയുടെ അടിയിൽ അന്നേ പറഞ്ഞതാ. പക്ഷെ സുധിയെ വിറ്റ് ജീവിക്കുന്ന മറ്റു ഒരു വിഭാഗം കൂടിയുണ്ട്, മഞ്ഞ ചാനലുകൾ. കല്യാണപ്രായമായ കന്യകയെ പോലെ കുണുങ്ങി നടക്കുന്ന രേണുവിനെ പിന്താങ്ങാൻ അവർ വിധവയല്ല, കുമാരി. എന്നാൽ അർജുൻ്റെ വിധവയ്ക്ക് ഒരു ജോലി മാത്രം കൊടുത്തപ്പോൾ എത്ര പേർക്ക് മൂലക്കുരു പൊട്ടി. ഇനി പൊങ്കാല ഇടുന്നവരെ ഞാനിനി ഇതിൽ ബാക്കി നോക്കില്ല. അപ്പോൾ ആ ഫേക്ക് ഐ ഡിയുടെ റീസൺ മനസ്സിലായില്ലേ? ആ കുട്ടിയെ നന്നായിട്ട് പൊങ്കാല ഇടുന്നത് കൊണ്ടാണ് അതതിന് പറയാനുള്ളത്. ഫേക്ക് ഐ ഡി വന്ന് ആ എഴുതി വെച്ചിട്ട് അങ്ങ് പോയിട്ടുള്ളൂ. സത്യമാണത്. അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുത്തപ്പോൾ കുരുപൊട്ടി ചാടിയ കുറേ എണ്ണം ഉണ്ടായിരുന്നു. അതെന്തിനു കൊടുത്തു? അതെന്ത് അടിസ്ഥാനത്തിൽ കൊടുത്തു? എന്തിനാണത് കൊടുത്തത്? ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻറ്റ് ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട കാര്യം എന്താണെന്ന് കൂടെ ചോദിച്ചവരുണ്ട്. ഏറ്റവും യഥാർത്ഥ ബോധത്തോടു കൂടിയിട്ടുള്ളൊരു തീരുമാനമാണ്, ഭർത്താവ് മരണപ്പെടുകയാണെങ്കിൽ, ഭർത്താവ് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവർക്കൊരു ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. കൈയയച്ച് അവരെ സഹായിക്കുകയല്ല, അവർക്ക് ജീവിക്കാനുള്ള ഒരു സംഗതി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് സർക്കാർ ചെയ്തെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആ വിഷയത്തിൽ ഞാൻ സർക്കാരിൻ്റെ ഒപ്പം തന്നെ. ഇനി ഈ പറയുന്ന പെൺകുട്ടിക്കും ഇവരുടെ ഭർത്താവ് മരിച്ചെങ്കിൽ തൊഴിലെടുക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള, കൈകാല ആരോഗ്യമാണ് എൻ്റെ കേപ്പബിലിറ്റി എന്ന് ഞാൻ പറയും. അതില്ലാത്ത നമ്മൾ പോലും ഈ ഒരു ചോദിക്കുമ്പോൾ പകച്ചിരിക്കാറുണ്ട്. എന്താണ് ജോലി? കാല് സ്വാധീനമില്ല എന്ന് എത്ര പറഞ്ഞാലും തിരിയത്തില്ല. അങ്ങനെ ഇല്ലാത്തവർ ലോട്ടറി വിൽക്കും, അല്ലാത്തവർ എഴുത്തുകുത്തുകൾ നടത്തും, അല്ലെങ്കിൽ ഓൺലൈനിൽ വേറെ എന്തെങ്കിലും ജോബുകൾ ചെയ്യും. അതൊന്നും അക്സെപ്റ്റബിൾ അല്ല. നമ്മൾ എഴുന്നേറ്റ് പോയി ചുമടെടുക്കുന്ന കണ്ടാലേ ഒരു സമാധാനം ഉള്ളൂ എന്ന് തോന്നുന്ന കുറേ വിഭാഗമുണ്ട്. കൈകാൽ സ്വാധീനമുണ്ടെങ്കിൽ അതും അതിനപ്പുറവും ചെയ്യും. കാരണം കുഞ്ഞുങ്ങളുടെ വയറ്, നമ്മളുടെ ജീവിത സുരക്ഷ, ഇതൊക്കെ നമ്മളുടെ ജോബിലാണ് ഇരിക്കുന്നത്. ഓരോ മനുഷ്യർക്കും റെസ്പെക്റ്റ് കിട്ടണമെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ ആ റെസ്പെക്റ്റ് വരാൻ നമ്മൾ ഡിപ്പെൻഡഡ് ആകാതിരിക്കുക എന്നൊരിതുണ്ട്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കേണ്ടത്. 18 വയസ്സായ മകളെ കെട്ടിച്ചില്ലെന്ന് ആവലാതിപ്പെടുന്ന ഒരാളെങ്കിലും 18 വയസ്സായ മകൾക്ക് ജോലി കിട്ടിയെന്ന് ആവലാതിപ്പെടുന്നുണ്ടോ? ഇല്ല. അതേസമയം ആണൊരുത്തനാണെങ്കിൽ 18 വയസ്സായെങ്കിൽ ചെറുക്കൻ എവിടെയെങ്കിലും ജോലിയാണ് അവർ നോക്കുന്നത്. സ്ത്രീക്ക് കല്യാണവും പുരുഷന് ജോലിയാണ് നോക്കുന്നത്. സിസ്റ്റം മാറണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അടുത്ത കമൻ്റാണ് കുറച്ചുകൂടെ ബൃഹത്തായ കമൻറ്റ്. സൂരജ് മനോജ്, ഒരു പെണ്ണിൻ്റെ കമൻറ്റാണ്. ഞാനിത് ആണാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആണിൻ്റെ അല്ല, പെണ്ണിൻ്റെ കമൻറ്റാണ്. സഹോദരി, നിങ്ങൾ പറഞ്ഞത് 100% ശരിയായ കാര്യം തന്നെയാണ്. എനിക്കും ഇത് തോന്നിയിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, അവരെന്ത് പറഞ്ഞാലും ഇത് സുധിച്ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും കാലമായിട്ട് കൂടുതലൊന്നും വേണ്ട, ഒരു 2 സെൻറ്റിൽ ഒരു കൊച്ചു വീട് വെക്കാൻ സാധിച്ചില്ലേ? ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ലേ ഇവർക്ക്? ഇവരെ പോലെ എത്രയോ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾ കലാലോകത്തും അല്ലാതെയും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുപങ്കാളിയെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് നമ്മൾ ജോലി ചെയ്ത് മക്കളെ വളർത്തുകയാണ് പതിവ്. അങ്ങനെയാണ് വേണ്ടത്. എത്രയോ മദ്യപാനികളായ ഭർത്താക്കന്മാരുള്ള സ്ത്രീകൾ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കുന്നു. എനിക്ക് അതിനോട് യോജിപ്പില്ല കേട്ടോ. ബട്ട് സ്റ്റിൽ അവരുടെ അഭിപ്രായമാണ് അവർ പറഞ്ഞിട്ടത്. ഇവർക്ക് ആരോഗ്യമുണ്ടല്ലോ, ഇവർക്ക് വേണ്ടതെല്ലാം പറയാതെ പറയുവാണ്. ഇവർക്കെല്ലാം കിട്ടിക്കോട്ടെ, അത് പറയുന്നതല്ല. എന്നാലും അഭിമാനം എന്നൊന്നില്ലേ? എന്നിട്ട് പറയുന്നതെല്ലാം കിച്ചുകുട്ടാൻ പറഞ്ഞു, പറയുന്നവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അമ്മ കാര്യമാക്കേണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതിനോട് സുധിച്ചേട്ടൻ താല്പര്യമുണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആരോഗ്യമുള്ളിടത്തോളം നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക. ജീവിതത്തിൽ എന്ത് തന്നെ ആയാലും അതിനോളം അന്തസ്സ് വേറെ ഒന്നിനുമില്ല. പിന്നെ ആകാം നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ട് മറ്റൊരു മാർഗവുമില്ല എന്നുണ്ടെങ്കിൽ ശരിയല്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാണ്. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക. ഇവിടെ മാഡം പറഞ്ഞു തന്ന കാര്യം അതേ മനോഭാവം തന്നെയാണ് എൻ്റേത്. അവർ പറഞ്ഞതാണ് സത്യം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. ഞാൻ ഇതുപോലെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. 10 വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ച ഒരാളാണ്.
വന്ന് പോയ ഒരാളാണ്. എങ്കിലും തോറ്റു കൊടുക്കില്ല എന്നൊരു വാശി ഇന്ന് വരെ ഒരിടത്തും കൈനീട്ടാൻ പോയിട്ടില്ല. എല്ലാം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് 2 മക്കളെ വളർത്തുന്നു. നമുക്കെല്ലാം കഴിയുമെന്ന് വെച്ചാൽ കഴിയും, ഇല്ല എന്ന് വെച്ചാൽ ഇല്ല. അത്ര തന്നെ. ബുദ്ധിമുട്ടായെങ്കിൽ വിട്ടുകള. ഒരു സഹോദരിയുടെ അഭിപ്രായം എന്ന് കരുതിയാൽ മതി. എൻ്റെ ഒരു കമൻറ്റിന് ബാഡ് കമൻറ്റ് ഇട്ട ആളിന് മറുപടി കൊടുത്തതാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ഇതൊക്കെ എൻ്റെ അതേ അഭിപ്രായങ്ങൾ പറഞ്ഞ കുറേയധികം പേരുടെ കമൻസുകളാണ്. ഞാൻ ഈ കമൻസ് എടുത്തുകൊണ്ട് വരാനുള്ള കാരണം ഇതിനകത്ത് ആ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എനിക്ക് ഫേസ്ബുക്കിലൊക്കെ നല്ല സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിഷയം പറഞ്ഞത്. നിങ്ങൾക്കെന്താ, നിങ്ങളുടെ ഭർത്താവ് മരണപ്പെടട്ടെ, നിങ്ങൾ ഭർത്താവ് ഇല്ലാതെ ജീവിക്കട്ടെ എന്നൊക്കെയാണ്. ഞാനൊരു സിംഗിൾ പേരൻ്റാണ്. അത് ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ പറയും. അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ. ഭർത്താവുമായി പിണക്കമുണ്ടായിരിക്കാം, ഭർത്താവ് മരണപ്പെട്ടിരിക്കാം. യെസ്, ഐ എം എ സിംഗിൾ പേരൻറ്റ്. അതിൻ്റെ ആ ഒരുപാട് അകത്തേക്ക് പോകാനോ അതിൻ്റെ ഒരു സിമ്പതി ആളുകളിൽ നിന്ന് കിട്ടാനോ ഞാൻ ശ്രമിക്കാറുമില്ല, ശ്രമിക്കാൻ ഇനി ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ടാണ് കൂടുതൽ ഡെപ്തിൽ ആ സ്റ്റോറികളൊന്നും ഞാൻ പുറത്തേക്ക് പറയാത്തത്. എനിക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ ആത്മാഭിമാന ബോധം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നിരന്തരമായി ഇത്തരം അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഒബ്ജക്ഷൻ വരുന്ന കുറേയധികം പേർക്ക് അത്യാവശ്യം കുരുപൊട്ടി എൻ്റെ അടുത്ത് വന്ന് കുറേ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാനതൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം മാന്യമായ സഭ്യമായ ഭാഷയാണെങ്കിലേ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റും. പച്ചത്തെറികളാണ് എഴുതി വെക്കുന്നത്. അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ആരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകുമല്ലോ. അപ്പോൾ ശത്രുത തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് നിൽക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ കമൻറ്റുകൾ ഇട്ട സഹോദരിമാർക്കൊക്കെ മനസ്സിലാകുന്ന ഒരു വലിയ കാര്യം, ഭർത്താവ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവമായി ചിത്രീകരിച്ചുകൊണ്ടും അതിൽ ഉടഞ്ഞ് ഒന്നുമല്ലാതെ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകത്തില്ല. അവരത് ഉൾക്കൊള്ളാൻ തയ്യാറുമാവത്തില്ല. എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് അതിനകത്ത് കമൻസ് ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അവരുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഫീൽ ചെയ്തൊരു കാര്യമാണ് പറഞ്ഞത്. പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല എന്നുള്ളത് വസ്തുത. ഇനി അങ്ങനെ ആരെങ്കിലും മുൻപോട്ട് വന്നാൽ പെറ്റതിനേക്കാൾ നല്ലത് വളർത്തുന്ന അമ്മയാണ് ബെറ്റർ എന്ന് പറയുന്നവരുമുണ്ട്. ഈ ഒരു വിഷയത്തിൽ ആ കുട്ടിയെ പലയിടങ്ങളിലും നീക്കി നിർത്തി തന്നെ ശ്രുതി തന്നെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഉണ്ട് എടുത്തു വെച്ച് തെളിവ് സഹിതം പറയാനായിട്ട്. അപ്പോൾ ആ കുട്ടിയുടെ ആവശ്യം അതല്ല. ആ കുട്ടിക്ക് ഇത്തരത്തിൽ ഇരന്ന് ജീവിക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ട് അവൻ നീങ്ങി നിൽക്കുന്നു. അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്കൊപ്പമാണ് അവൻ ജീവിക്കുന്നത്. അവൾക്ക് അവനെ കൂടെ നിർത്താനോ കൂടെ കൊണ്ടുവന്ന് നിർത്തിക്കാനോ ഉള്ള ഒരു മനസ്സും അങ്ങനെയൊന്നും ഉള്ളതായിട്ട് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടില്ല, തോന്നിയിട്ടുമില്ല. പക്ഷേ ന്യായീകരണ ഭാഗത്തിനായ പയ്യനെ കൊണ്ടുവന്ന് ഇരുത്തുന്നുണ്ട്. അത്യാവശ്യം അവൻ്റെ പഠന ചെലവൊക്കെ തന്നെ ചാനലുകാർ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പം അവന് വേണ്ടിയിട്ട് ഒരുപാടൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. 4-5 വയസ്സുള്ള മകനെ എങ്ങനെയെങ്കിലും പൈലറ്റ് ആക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഈ പിരിവ് തുടർന്നു പോകാനാണ് പുള്ളിക്കാരത്തി ആഗ്രഹിക്കുന്നത്. ചിലരങ്ങനെയാണ് കേട്ടോ. ഭിക്ഷ എടുത്തവർ പിന്നെ ജന്മത്ത് ജോലി ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അവർക്ക് അതിൻ്റെ സുഖം കിട്ടിപ്പോകും. പിന്നെ ആ സുഖവും കൊണ്ട് അവരങ്ങ് ഇരിക്കുകയാണ് സാധാരണ പതിവ്. നമുക്കൊന്നും ചെയ്യാനാകത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഒറ്റ കാര്യം ചെയ്യാം, ഇത്തരം ഭിക്ഷക്കാരികളെ നന്നാക്കുക എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാതിരിക്കുക. ഒരു കാരണവശാലും നന്നാവില്ല. അവർ ഭിക്ഷയെ എടുക്കുകയുള്ളൂ. കുട്ടികളെ കാണിച്ചും അല്ലെങ്കിൽ ഒരു കുഞ്ഞൊരു പിഞ്ചു പൈതലിനെ കാണിച്ച് മരിച്ചുപോയ ഭർത്താവിൻ്റെ പേരും പറഞ്ഞ് ഇനി ജീവിച്ചിരിക്കുന്ന ഭർത്താവിനെയും പറയാം. അങ്ങനെയും ചെയ്യുന്ന കുറേ പേരുണ്ട് നമുക്കിടയിൽ. ഇതൊക്കെ ചെയ്യുന്നത് വ്യക്തിത്വമില്ലാത്തതാണ് എന്നുള്ള സ്വയബോധമില്ലാത്ത ഒരാളോട് നമ്മൾ എന്ത് പറയും? സ്വാഭിമാന ബോധമില്ലാത്ത, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു വ്യക്തിയെ നമുക്കെങ്ങനെ തിരുത്താൻ പറ്റും? അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ എന്ത് കോൺസിക്വൻസ് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഈ ലക്ഷ്മി നക്ഷത്രം എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അവളെ ചേർത്ത് പിടിക്കണമെന്നും കൊണ്ടു കിടക്കുന്നതും ഒക്കെ. അത് അവർക്ക് ലാഭമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് പൂർണ്ണ ലാഭമുണ്ട് അതിനകത്ത്. അവരുടെ ലാഭം കഴിയുമ്പോൾ അവരുടെ ദൂരെ കളയും. ഈ ഒരു സെൻസിറ്റീവ് പോർഷൻ ടച്ച് ചെയ്യുമ്പോൾ BGM ഒക്കെ ഇട്ട് പോയി അങ്ങോട്ട് കയറി ഈ ഒപ്പിച്ചുകൊണ്ട് വരുന്ന രീതി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ആളുകളുടെ സഹതാപം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനേക്കാൾ അർഹരായ ഒരുപാട് പേര് ഇവിടെയുണ്ട്, ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേരെ നമുക്കങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ കാണാൻ പറ്റുന്ന ഒരുപാട് പെൺകുട്ടികളുടെ വീഡിയോസും ഉണ്ട്. ഇതൊക്കെ സമുദായ അംഗങ്ങൾ പോലും വിലക്കിയിട്ട് പോലും കുട്ടികളെ വളർത്താൻ വേണ്ടി ചാനൽ തുടങ്ങിയ മനുഷ്യരുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതിനകത്തൊരു നീതി ഉണ്ടെന്ന് പറയും. ഇപ്പോൾ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ചിലരുണ്ടാകും. കിടപ്പ് രോഗികൾക്ക് പറ്റത്തില്ല. കൈകാല സ്വാധീനമില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെയും കൂടെ ഇട്ടിട്ട് ഇറങ്ങി ഓടാനൊക്കത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഭാഗം. പക്ഷേ നിരന്തരമായ ഭിക്ഷയാണ് അവരെടുക്കുന്നതെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. ഭിക്ഷ കൊടുക്കുന്നതാണ് തെറ്റ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ വാങ്ങുന്നത് ഭിക്ഷയാണെന്ന് ഓർമ്മയില്ലാതെ നെകളിപ്പ് കാണിച്ച് മുടിയും സ്ട്രെയിറ്റ് ചെയ്ത് അത്യാവശ്യം ചായവും ഒക്കെ പൂശി എൻ്റെ ശുചിച്ചേട്ടൻ ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനോട് എനിക്ക് തീർത്തും വിയോജിപ്പ് തന്നെയാണ്. പിന്നെ ആ ഒരു വീഡിയോസൊക്കെ പബ്ലിക്കിൽ ഇടുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുമെന്നാണ് പുള്ളിക്കാർക്ക് വിചാരിക്കും. കാണുമ്പോൾ ഒരു അരഗൻസ് അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനാണ് നമുക്ക് തോന്നുന്നത്.
അവളുടെ അഹങ്കാരത്തിൻ്റെ മറ്റൊരു മൂർധന്യ ഘട്ടമായിട്ടാണ് എനിക്കിതുവരെ അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും, അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ഒരു ഇളക്കവും ബഹളവും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹൗ മച്ച് അവരെത്രത്തോളം ആ ഒരു വിയോഗത്തിൽ വിഷമിക്കുന്നുണ്ട് എന്ന് ആ ഒരു തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. സോ ദാറ്റ്സ് മൈ പോയിന്റ്. നിങ്ങളുടെ കമൻസിന് നന്ദിയുണ്ട്. ആ കമൻസ് എടുത്ത് നിങ്ങൾക്കൊരു അഭിപ്രായം അതിന് മറുപടി പറയണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഞാനിപ്പോഴും അതിനകത്ത് ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ കാലം തെളിയിക്കട്ടെ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് എൻ്റെ രീതിയാണ്. ഈ ഒരു വസ്തുതയിൽ ഇനിയും അബദ്ധപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പാത്രമറിഞ്ഞ് ദാനം ചെയ്യുമെന്ന് പഴമക്കാരി തന്നെ പറയുന്നുണ്ട്. കൊടുക്കാൻ അർഹതപ്പെട്ടവർക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുക. മീഡിയേറ്റേഴ്സിന് ഒട്ടും കൊടുക്കാതിരിക്കുക. ഇത്തരക്കാരെ നീക്കി നിർത്തേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട്. വീടൊക്കെ വെച്ച് കൊടുത്തത് പോരെ, ഇനി അതിൽ കൂടുതൽ നിങ്ങൾ കൊച്ചിനെ പൈലറ്റാക്കാനും അല്ലെങ്കിൽ അവർക്ക് ഇരുന്നുണ്ണാനുള്ള വസതി ചെയ്തു കൊടുക്കുമ്പോഴും നിങ്ങൾ നശിപ്പിക്കുന്നത് അവരെ തന്നെയാണ്. ആ സ്ത്രീ ജന്മത്തിന് ജോലിക്ക് പോകുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട. അഗരാതിയിൽ പോലും അവരത് പറയുന്നുമില്ല. അതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും എടുത്ത് പറയേണ്ടി വന്നത്. താങ്ക് യു. ഇപ്പോഴും ഞാൻ പറയുന്നു, അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. സഫ്യമായതാണെങ്കിൽ തീർച്ചയായിട്ടും എടുത്തു വെച്ച് അതിന് മറുപടി തരുന്നതായിരിക്കും. നന്ദി.